നിന്റെ ആൾക്കാരാണ് അതിനെ വിളിക്കണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്റെ അനിയൻ എന്താണ് പറ നീ. അയ്യോ സുഹൃത്തിനെയല്ല, സുഹൃത്തിനല്ല. അല്ല എന്റെ അനിയനാ, നിനക്ക് പറഞ്ഞോ, നീ പറഞ്ഞോ. ഓ നിന്റെ അനിയനെ ഇവ നേരത്തെ വണ്ടി ഇടിച്ച് കൊന്നായിരുന്നു കൂട്ടുകാരനെ. ആരെ എന്റെ അനിയനല്ലേ കൂട്ടുകാരനെ വണ്ടി ഇടിച്ചാ? ഇങ്ങനെ ആർക്കൊരു അനിയനുണ്ടാവോ? എന്താന്ന് വെച്ചാ കൊച്ചുണ്ണി. ഹലോ സേതു, താടിയൊക്കെ വെച്ചല്ലോ, എന്താ മലക്ക് അല്ലേ? ഇതാരാണ് പിന്നെ? ഡാനിയൽ. ഓക്കെ ഓക്കെ. മറ്റേ ഡാനിയലല്ലേ? ഫാമിലിയിലുണ്ടോ ബ്രോ? ആ ഉണ്ട്. വാ പോയി മരിച്ചു. മരണപ്പെടാനുള്ളവൻ ഇപ്പൊ അത് എനിക്ക് കിട്ടേണ്ടി. അവനെ ഞാൻ വിളിച്ചു വരുത്തി അവനെ നിർത്തി മേടിച്ചു. കയ്യില് ഗണ്ണുണ്ടെ കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല, സ്വന്തം പേടിയാണ് കേറി വന്ന്. എന്നാലും ഒന്ന് ആലോചിച്ചാ, അവൻ മര്യാദക്ക് പോയവനെ വിളിച്ചു വരുത്തി മരണം കൊടുത്തു നമ്മളല്ലേ. സത്യം കിടക്കുന്നവൻ ആര് മൈൻഡ് ചെയ്യാൻ? ഇപ്പൊ മനുഷ്യരെ എത്തവിടെ മൈൻഡ് ചെയ്യോ? ഇവനെ ഒരു പ്രതിമയാക്കി ടോക്കൻ മാജിക് കൊണ്ട് കൊടുത്താലോ അവരത് വെച്ച് പൂജിക്കും. ഒരവസ്ഥ പറഞ്ഞു നിനക്ക് ഇതുവരെ വിട്ടില്ലടാ നീ അത്. ഇവരൊരു വെള്ള താടി കൊടുത്താൽ മതി. സാറേ അത് പിന്നെ കയ്യിലിപ്പല്ലേ സാറേ. ഹലോ സാറേ ഞാനാ. സാറിന്റെ പേരെന്തായിരുന്നു? ഭരത്ചന്ദ്ര സാറല്ലേ? അല്ലേ? അപ്പൊ ഭരത്ചന്ദ്ര സാറിനെ വിളിയാലോ. ഒരു മിനിറ്റ് കണ്ണാപ്പി ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അവൻ ലിയോ പടം ഇറങ്ങിയപ്പോ ഓരോരുത്തന്മാര് പാർത്ഥിവൻ നീ വരും ഉടനെ രംഗൻ അത് പീഡിയില്. അവന്റെ ശരിക്കുള്ള ഒരു പാർത്ഥിവ എന്നായിരിക്കും. കേക്കട്ടെണ്ണ, എന്റെ തനി സ്വരൂപന്മാരൊക്കെ അറിയട്ടെ. പോലീസുകാരെ റെസ്പെക്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ അടിച്ചാൻ ഇവനെ ഇപ്പൊ നോർമൽ ആക്കിയാണ്. ഇതൊരുമാതിരി വാണ്ടഡ് പിള്ളേരൊക്കെ ഇരിക്കുന്നതാ, നമുക്ക് ഇരിക്കല്ലേ. നീ ആരാന്നാ നിന്റെ വിചാരം കണ്ണാപ്പി? നിനക്കൊരു വിചാരമുണ്ട്, നീ മറ്റേ സിറ്റിയിലെ വലിയ ഡോണാണ്, നീ എന്തോ വലിയ സംഭവമാണെന്ന്. എന്ത് മനുഷ്യൻ സംസാരിക്കാം എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ല ഞാൻ പെട്ടെന്ന് പപ്പടമായിപ്പോ. ഹലോ സാർ, ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. ഇല്ല സാർ, ഇതുവരെ കിട്ടിയിട്ടില്ല. പേരെന്താണ്? എന്റെ പേര് പരന്തു. എനിക്കറിയാം. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോട്. ഓക്കെ, ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ. അല്ല എന്നെ വെരിഫൈ എന്റെ അച്ഛനുണ്ട്. നെക്സ്റ്റ് ആരുടെ കണ്ണാപ്പിന്റെ ഐഡി ഒന്ന് കാണിച്ചേ. എന്റെ ഐഡി കാണിച്ചില്ല. കണ്ടോ? ഇല്ല. ഒന്നുകൂടെ നോക്കിയേ. ഐഡി കാർഡ് ഉണ്ടോ കണ്ണാപ്പി? ഉണ്ട്. എന്നാ കാണിച്ചേ. 1996. ഇല്ലാത്തത് വാസുവിനാണ്. അതെ സാർ. 1 സെക്കൻഡ്. ഇപ്പൊ പഴയതുപോലല്ല, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പേഴ്സിൽ തന്നെ കൊണ്ടു നടക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മിസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എല്ലായിടത്തും വെക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ പോകത്തില്ല. ആക്ച്വലി നിങ്ങൾ ഇത് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും. അത് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യില് വന്നിട്ടില്ലേ? പേഴ്സിലുണ്ടോ? ഉണ്ട്. ഇതാണ് സാധനം. ഓക്കെ, അത് ഒന്നെടുത്ത് യൂസ് ചെയ്തേ. ഞാൻ യൂസ് കൊടുത്തു, പക്ഷെ ഒന്നും വന്നില്ല. ഒന്ന് മാറി കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ആരോട് കാണിച്ചാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള അവർക്കും കൂടെ കാണാൻ പറ്റും. കാരണം നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്കും കൂടെ ഇത് കാണാനുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ PDF വന്ന് അറിയിക്കുക. കാരണം ഒന്ന് ആ സാധനം എനിക്ക് തിരിച്ച് എന്റെയിലോട്ട് തന്നെ ID 511. ഇനി PDF പെട്ടെന്ന് അറിയിക്കണ്ട, നഷ്ടപ്പെട്ടെന്ന്. 511. ഓ സാർ തന്നു.
ഓക്കെ കണ്ണാപ്പി ഒന്ന് മാറിയുന്നേ. മാറുന്നു. 1 സെക്കൻഡ്. എന്റെ ഒരു ഐ ഡി കാർഡ് എന്റേത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ്. ഓ മനസ്സിലായി. ഓക്കെ, ഇതാര ഐ ഡി കാർഡാണ് ഇപ്പൊ കാണുന്നത്? എന്റെയാണ് കാണുന്നത്. അതാണ്. യെസ്, അതാണ് സംഭവം. അതായത് ഇത് മിസ്യൂസ് ചെയ്യാം. മനസ്സിലായി. ഇത് എന്റെ കാർഡ് കളഞ്ഞ് വേറെ ആളുടെ കിട്ടിയ ഇപ്പൊ ഹെൽമെറ്റ് വെച്ചൊക്കെ ഐഡന്റിറ്റി ഇതാണെന്ന് കാണിക്കാൻ പറ്റല്ലേ? പറയാം. ഹെൽമെറ്റ് വെക്കണമെന്ന് തന്നെ ഇല്ല. ഇപ്പൊ താങ്കളെ പോലെ മുടിയും വെട്ടി താങ്കളെ പോലെ ഡ്രസ്സും ചെയ്ത് നടന്നു കഴിഞ്ഞാൽ. മനസ്സിലായി സാർ, മനസ്സിലായി. വേണ്ട കണ്ണാപ്പി, നീ തന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ മഷി ഇട്ടൊക്കെ കാണൂല. ഓക്കെ, ഐ ഡി എത്രയാണ്? കൊടുക്കല്ലേ സാർ, കൊടുക്കല്ലേ. എന്റെ ഐ ഡി സാർ, എന്റെ ഐ ഡി 732. ഓക്കെ, അതുകൊണ്ട് ഐ ഡി കാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യരുത് ആരെയും. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ ഐ ഡി കാർഡ്സ് കണ്ണാപ്പിയുടെ ഉൾപ്പെടെയാണ് ഐ ഡി കാർഡ്സ് മിസ്സായി കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ രൂപത്തിൽ ഒരാൾ കിടന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണാപ്പിയാണെന്ന് എന്റെ ഐ ഡി ഇതാണെന്ന് പറഞ്ഞ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ പേരിലായിരിക്കും കേസ് വരും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ മതി, തീർന്നു അവിടെ പരിപാടി. സാറേ, കേസും കോടതിയൊക്കെ നമ്മള് കൊറേ കണ്ടിട്ടുള്ളേ. പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണാപ്പി. കേസും കോടതിയൊക്കെ കുടുംബത്തിന്റെ പേരെ തലവിട്ട സാറേ. പോയിട്ട് വരണ്ടേ? സാറേ പോയിട്ട് വരണ്ടേ? സാറിന്റെ പേരെന്തായിരുന്നു സാറേ? എന്റെ പേര് ഭരത്ചന്ദ്രൻ. ഓക്കെ സാർ. ഭരത്ചന്ദ്രൻ സാർ, മറ്റേ പണ്ടത്തെ നമ്മുടെ സാറേ കാണാം. പോയിട്ട് വരാം. നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്തല്ലേ, കാട്ടി ഐ ഡി കാർഡ് കൊണ്ടിട്ട് കണ്ടുപിടിക്കട്ടെ. ഇതാരും മറ്റേ കൊച്ചുണ്ണിയാണോടാ? കുഞ്ഞുണ്ണേ. എന്തിനാണേലും ചെവിക്കാനം തീർത്ത് അടിച്ചേരും കൊച്ചേർക്ക. മര്യാദക്ക് സംസാരിച്ചേക്കണം. അത് അണ്ണൻ, വാസു അണ്ണൻ. പ്രശ്നം എന്താണ്? പ്രശ്നോ? നിനക്ക് ഇന്ന് മുതുക്കി തൊട്ടൊക്കെ പ്രശ്നമായിരുന്നല്ല. ഈ സിറ്റി സേഫ് സോൺ ആവട്ടെ, ഫസ്റ്റ് നിന്നെ ആയിരിക്കും ചെവിക്കാനം തീർത്ത് അടിച്ച് ഇവിടെ മുതുക്കി ഉറക്കി കിടത്താൻ പോകുന്നത്. പിടിച്ചോണ്ട് എന്റെ അനിയൻ എന്താണ് പറ നീ? അല്ല, എന്റെ അനിയനാ. നിനക്ക് പറഞ്ഞോ? നീ പറഞ്ഞോ? നിന്റെ അനിയനെ ഇവൻ നേരത്തെ വണ്ടി ഇടിച്ച് കൊന്നായിരുന്നു കൂട്ടുകാരനെ. എന്റെ അനിയനല്ലേ? കൂട്ടുകാരനെ വണ്ടി ഇടിച്ചാ? ഇങ്ങനെയൊക്കെ ആർക്കൊരു അനിയനുണ്ടാവോ? കൊച്ചുണ്ണി ഇവന്മാരുടെ സ്ഥിരം പരിപാടി ഈ വണ്ടി ഇവിടെ കൊണ്ടിടുമ്പോ എന്തിനു ഇമ്പോണ്ട്? അതാണോ അടിച്ചോണ്ട് പോയോ, കട്ടോണ്ട് പോയോ വണ്ടി? നമ്മൾ സൈക്കിളിലല്ലായിരുന്നോ വരുന്നത്? എങ്ങനെയായിരുന്നു? ലോറിയും പോയി. അത് മറ്റേ തന്നെ ഞാൻ ഓടിക്കാം. അതാ മറ്റേ കള്ളന്റെ നമ്പർ ഉണ്ടെന്ന് വിളിച്ചേണ്ണ. അവൻ തന്നെ. ഏത് കള്ളന്റെ? മറ്റേ നമ്മുടെ സ്ഥിരം കള്ളൻ. പീഡിയെന്താ പ്രശ്നം? ലോറി എത്തിയില്ലല്ലോ. ലോറി ഇത് നിങ്ങളുള്ള ആളാണോ? ചെറിയൊരു ആവശ്യമുണ്ട്. അല്ല, ഞാൻ എന്റെ ചേട്ടൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എന്റെ ചേട്ടന്റെ കൂടെ ഞാൻ നിക്കാറുള്ളൂ. പ്ലീസ് എന്നെ സാറേ, ആണ് സാറേ. ചേട്ടൻ ഇങ്ങനെ ചതിക്കല്ലേ എനിക്ക് പിന്നെ എടുത്തോണ്ട് പോകാൻ വേണ്ടി. എന്തിനാ ഇങ്ങനെ ചതിക്കണ എന്നെ? ഇത് ഇയാളെ എനിക്ക് പരിചയമുണ്ട്. ലൂക്ക് ആന്റണി എന്നാണ് ഇയാളുടെ പേര്. ഞാൻ ഇയാളുടെ അടുത്ത് കുറെ വട്ടം പറഞ്ഞാണ് സാർ എന്റെ വീട്ട് മുടി വെട്ടരുതെന്ന്. പക്ഷെ ഇയാൾ എന്റെ വീട്ടിൽ മുടി വെട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പുള്ളിക്കാരൻ ഒരു ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു നെയിം മാത്രമാണ്.
അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം സാറ് പറ എന്ത് ചെയ്യണം ഇപ്പം? അല്ല ഞാൻ പറഞ്ഞതാ, നിങ്ങളെ പോലെ ഫെമിലിയർ ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അതുപോലെയുള്ള ആളുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവന്റെ ഐഡി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി, അങ്ങനല്ലേ സാർ ഉദ്ദേശിച്ചത്? അതാണ്. നിങ്ങളെ എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ടുപേരെ കണ്ടോണ്ടാണ് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഓക്കെ, സോ ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസിന് ഇടയിൽ നിങ്ങൾ റോബ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ കൂടെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ റോബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഐഡി കാർഡ് മിസ്സായിട്ടുണ്ടോ ഇല്ലയോ. സാറേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളാരും കള്ളന്മാരല്ലേ റോബ് ചെയ്യാനായിട്ട്. നിങ്ങൾ റോബ് ചെയ്തു എന്നല്ല. സാറ് നമ്മൾ ഈ കള്ളനായിട്ട് ബ്ലെയിം ചെയ്യാണ്. സാറിന്റെ എതിരെ ഒരു കള്ളക്കേസ് ഇപ്പൊ തന്നെ കയറി കൊടുക്കും. എന്റെ കണ്ണാപ്പി നിന്റെ പേരിൽ ഒരു 5-6 കേസ് നമ്മുടെ ആരെങ്കിലും റോബ് ചെയ്താലെന്നാ ഉദ്ദേശിച്ചത്, നമ്മുടെ ഓട്ടിച്ചോണ്ട് പോയാലെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു നമ്മള് കള്ളന്മാരാത്. ഈ അക്യൂസേഷൻ ഒക്കെ അങ്ങ് പക്ഷേ ഇവിടെ കോടതിയും ഒക്കെ നമ്മള് കുറെ കണ്ടിട്ടുണ്ട്. സാറേ ലോറി ഒന്ന് പിടിച്ചേ. ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നോ ലോറി? കിട്ടിയില്ല. ആവശ്യമില്ലാത്ത സാധനമൊക്കെ പീഡിയുടെ ഫ്രണ്ട് വെച്ചെടുക്കരുത്. അതാത്ത വെച്ചേ ഇത് പിന്നെ ആവശ്യമുള്ള സാധനമല്ലേ. നമ്മളെ സംരക്ഷിക്കാനല്ലേ പോലീസുകാരോട് എന്തിലുണ്ടെങ്കിൽ നിനക്ക് അവരോട് പറഞ്ഞു. നിങ്ങൾ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നോ വെഹിക്കിള്? ഇല്ല ഇല്ല ഉണ്ട വരെ അടിച്ചോണ്ട് വന്നവന്മാരെ ഇപ്പൊ കള്ളന്മാര്. നിങ്ങൾ ആരെ വെഹിക്കിൾ അത്? ആക്ച്വലി എന്റെ വെഹിക്കിൾ. ഒരു മിനിറ്റ്, വണ്ടി പൊട്ടിച്ചറിയോ അണ്ണന്? ഇല്ല അതാര്? അണ്ണെന്തോ അവിടോട്ട് നിന്നിട്ട് അതിന്റെ മീശ കണ്ടിട്ട് എവിടെയെങ്കിലും പരിചയം ഉണ്ടോന്ന് പറയണേ. വരുന്നുണ്ടേ ഇപ്പൊ വരുവേ. ഇവിടെ അവൻ ഇത് മനഃപൂർവ്വം ഇന്റൻഷനിൽ ചെറിയവ. ഇത് മീശ വെച്ച ആരുണ്ടണ്ണ? അണ്ണൻ അറിയാവുന്ന മീശ വെച്ചെന്ന് പറഞ്ഞ മീശ വെക്കും മുണ്ട് കൊടുക്കും. സേതുവാ? ആ കള്ളനാണ് വണ്ടി ഇടിച്ചത്. അണ്ണൻ നോക്ക്, വരുമ്പോ നോക്ക്, അണ്ണൻ വരുമ്പോ നോക്ക്. ഞാൻ കള്ളമാണോ പറയുന്നത് അണ്ണൻ നോക്കണേ. നിനക്ക് ആ പാവത്തിനോട് എന്താണോ ഇത്ര ഇത് എന്ത് പറഞ്ഞാലും നീ സേതുവിനെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം? അണ്ണ സേതു എന്ന് പറയുമ്പോ നമ്മള് സേതു പാവല്ലേ അണ്ണ. നോക്ക് സേതു ഇത് മനസ്സിലായല്ലോ അണ്ണൻ ഇപ്പം. അണ്ണ കണ്ടോ അവനെ കൺകുളിർക്കെ കണ്ടു കാണല്ലോ അണ്ണൻ. കൺകുളിർക്കെ കണ്ടല്ലോ അവനെ. സേതു തന്നെയല്ലേ അത്? അല്ല ഇതാരാണ്? ഇവ ഐവ. ഓക്കെ ഹൈ ബ്രോ. ഐവർ